മനോട്ടാ എന്തോ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാറേ. മനോജ് വഴിപ്പടി. വഴിപ്പടി എന്ന് പറയുന്നത് എൻ്റെ സ്ഥലപ്പേരാണ്. അതെ, ശരി. അത് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. മിമിക്സ് വന്നതിന് ശേഷം അങ്ങനെ ആ സ്ഥലത്തുനിന്ന് വന്നതുകൊണ്ട് ആ പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ഇപ്പം അവിടെ അല്ല താമസിക്കുന്നത്, വേറെ സ്ഥലത്തോട്ട് ഞാൻ താമസം മാറിയെങ്കിലും ഇപ്പോഴും ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. കാരണം മനോജുമാരുടെ എണ്ണം കാരണം മിമിക്രിയിൽ ഒരു ട്രൂപ്പിൽ ഒരു മനോജ് എന്നുള്ളതാണ് കണക്ക്. അതാണ്. കോട്ടയത്ത് ഒത്തിരി മനോജുമാരുണ്ട് കോട്ടയത്ത്. അതിപ്പോൾ മനോജ് കോട്ടയമുണ്ട്, മനോജ് ചങ്ങനാശ്ശേരി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തത വെക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ സ്ഥലപ്പേര് തന്നെ ഇങ്ങനെ വഴിപ്പടി എന്നുള്ള പരിപാടി വെച്ചു. പിന്നെ മനോജൻ നല്ല സിംഗറാണ്, അതെ, നല്ല കോമഡി പെർഫോമർ ആണ്. ഇടയ്ക്ക് ഏതൊക്കെയോ പടത്തിന് പാടുവോ, പടത്തിന് പാട്ട് കൊടുക്കുവോ, അങ്ങനെയൊക്കെ. അതിന് പടത്തിനല്ല, ട്രാക്ക് പാടാൻ വേണ്ടി പോയത്. അത്ര ട്രാക്ക് പാടാൻ വേണ്ടി പോയെന്ന് കേട്ടു. മിമിക്രിയിലെ മനോജ് എത്ര വർഷമായി? ഞാനൊരു 25 വർഷത്തോളമായി ഇപ്പം ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങി. സിൽവർ ജൂബിലി ആയി. അതെ, സിൽവർ ജൂബിലി ആയി. സിൽവർ ജൂബിലി. അതെ, ആദ്യം നമ്മുടെ മിമിക്സ് ഗാനമേള, പിഷാടിക്ക് അറിയാവുന്ന മിമിക്സ് ഗാനമേള എന്നുള്ളൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു പണ്ട്. ആ സമയത്ത് പാട്ടുകാരനായിട്ടാണ് ഞാൻ അതിലേക്ക് വന്നത്. വെരി ഗുഡ്. അങ്ങനെ ആ പാട്ട് പാടി കഴിഞ്ഞിട്ട് ഒരു കലാകാരൻ്റെ അഭാവത്തിൽ ഞാൻ കയറി പറ്റിയതാണ് മിമിക്സിലേക്ക്. അതായത് നമ്മുടെ അറിയപ്പെടുന്ന ബൈജു പുന്നപ്ര, അതായത് അയ്യപ്പ ബൈജു എന്ന് പറയുന്ന പ്രശാന്ത് പുന്നപ്രയുടെ ഒരു ചെറിയ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ പോർഷൻ കളിക്കാൻ കയറിയതാണ്. അങ്ങനെ അവിടുന്ന് തൊട്ട് കയറി വന്നതാണ്. മിമിക്രിക്കാരനും കൂടെ ആയി. അതെ, പാട്ടുകാരനായി, മിമിക്രിക്കാരനായി. അങ്ങനെ മനോജൻ പാട്ടുകാരൻ മിമിക്രിക്കാരനായതുകൊണ്ട് തന്നെ മനോജന്റെ സ്കിറ്റുകളിൽ പാട്ടുണ്ടാവും. തീർച്ചയായിട്ടും പാട്ടുകളെ ബേസ് ചെയ്തുള്ള ഒത്തിരി സ്കിറ്റുകളില് പാട്ടും പാട്ട് സംബന്ധിയായിട്ടുള്ള ഒബ്സർവേഷൻസും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഒരുപാട് ചെയ്യുന്ന ഒരാളാണ് മനോജൻ. ഏത് സ്കിറ്റ് കണ്ടാലും അതിൽ അങ്ങനെയുള്ള പരിപാടികളുണ്ടാവും. ഇപ്പൊ എന്തൊക്കെയാ സ്റ്റേജിൽ ചെയ്യുന്നത്? ഇപ്പം അത്യാവശ്യം സ്കിറ്റുകൾ കളിക്കുന്നുണ്ട്, പിന്നെ പാട്ടുകൾ പാടുന്നുണ്ട്, പാരഡി പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. അങ്ങനെയുള്ള ഇത് പോവാണ് ഇപ്പം. അതെ, ചെറിയ ചെറിയ ഷോകളൊക്കെ ചെയ്യുന്നുണ്ട്. പാട്ടിലെ കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. കാരണം വെച്ചാൽ പണ്ടത്തെ ആ മിമിക്സ് ഗാനമേള എന്ന് പറയുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം വെച്ചാൽ അന്ന് ഈ മിമിക്സ് ഗാനമേളയിലെ മ്യൂസിക് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും പാടി തുടങ്ങുകയാണ്. അപ്പോൾ ആ ട്രൂപ്പിന്റെ ഓണർക്ക് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏത് പാട്ടുകാരനാണെന്ന് പറയാല്ല, അത് അടിച്ച് പൊളിച്ച് പാടി കൊടുക്കണം. ആ പാടിയെങ്കിൽ മാത്രമേ ആൾക്കാരെ ഇളക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ആ ട്രൂപ്പിൻ്റെ ഓണറുടെ ആഗ്രഹം. അപ്പം മലയാളം പാട്ടുകാരൻ ആദ്യം പാടാൻ വേണ്ടി വരുന്നത്. ആ പുള്ളിക്കാരൻ പാടാൻ വേണ്ടി വന്നപ്പോഴും ട്രൂപ്പിൻ്റെ ഓണർ സൈഡിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഉണ്ടല്ലോ മ്യൂസിക് ഇടുന്ന രണ്ട് സൈഡിൽ ഇട്ടാണല്ലോ. അപ്പോൾ ഇവരിങ്ങനെ കൊഴിപ്പിക്കാൻ വേണ്ടി ഈ സാധനം ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പം പരിപാടി നടക്കുന്നത് കടപ്പുറത്താണ്. കടപ്പുറത്തെന്ന് പറഞ്ഞാൽ അന്യായ കാറ്റാ. അന്ന് ഈ നൊട്ടേഷൻ സ്റ്റാൻഡ് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നുമില്ല. അന്ന് കസേര വെച്ചിട്ട് ബുക്ക് വെച്ചിട്ടാണ് പാടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ മ്യൂസിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പേജ് അങ്ങ് പറഞ്ഞു പോയി. പാടേണ്ട പാട്ട് മാറിപ്പോയി. അപ്പോൾ പക്ഷേ മ്യൂസിക് അവിടെ വീഴുകയും ചെയ്തു. പാടാതിരിക്കാൻ പറ്റത്തില്ല. ആ പാട്ട് എൻ്റെ ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്ന് പാടി കേൾപ്പിക്കാം. ആയിരം പാദസ്വരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയുമൊഴുകി. ആയിരം പാദസ്വരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയുമൊഴുകി. ആരും കാണാതെ ഓർമ്മതൻ വീതിയിൽ ആലിംഗനങ്ങളിൽ മുഴുകി. മലയുടെ ചോട്ടിൽ കാരുണ്യം നേടിയൊരെല്ലാം കാരുണ്യം നേടിയൊരെല്ലാം. പുള്ളിക്ക് അവസാനം വന്നപ്പോഴേ ഈ പാട്ട് എന്നാണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് അവിടെ അവിടെ കയറി പുള്ളി പിടിച്ച് രക്ഷപ്പെട്ടു പോകുമായിരുന്നു. ചില സമയത്തുണ്ടാകുന്ന പാട്ടുകാരുടെ ചില അബദ്ധങ്ങളാണ് ഇതെല്ലാം. അതെ, വേറെ പാട്ട് ഇതുപോലെ തന്നെ പാട്ടിട്ട് മ്യൂസിക് മാറിപ്പോകുന്ന വേറെ പാട്ടുണ്ട്. അത് വേണം ഞാനൊന്ന് പാടി കേൾപ്പിച്ചു തരാം. കിലുക്കും കെട്ടി പുല്ലരിഞ്ഞ പന്തുരുട്ടി ലാടം വെച്ച കുഞ്ഞിക്കൂളമ്പടി ചോടിക്കോ കാലേ മടിക്കാതെ. നേരാണേ 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 കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂം പെണ്ണൊരുത്തി ദൂരയൊരു പുരയിൽ എന്നെയും തേടിത്താളം നങ്ങിരിപ്പാണേ. നേരാണേ 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 നേരാണേ.
പിന്നെ പിഷാടി പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്ത് പറഞ്ഞ ഒരു പാട്ടുണ്ട്. അത് നമ്മുടെ ഒരു സുഹൃത്ത്, ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കമ്പനി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ജയദാസ് പുന്നപ്ര എന്ന് പറയുന്ന ഒരു കലാകാരൻ, പിഷാടിക്ക് അറിയാവുന്നതാണ്. എനിക്കറിയാം. അദ്ദേഹം പാടിയൊരു പാട്ട് ഉണ്ട്. കാരണം വെച്ചാൽ അന്ന് ഹിറ്റായിട്ടുള്ള പാട്ടാണ് ഈ ഹരിമുരളീരവം എന്ന് പറയുന്ന ഗാനം. അപ്പൊ ഈ ഹരിമുരളീരവം നമ്മളെല്ലാവരും കേട്ട് സൂചിച്ചങ്ങ് പോകുള്ളൂ. പക്ഷെ അതിനകത്തുനിന്ന് വേറൊരു വേർഷൻ കണ്ടെടുക്കാൻ വേണ്ടി ഈ ജയദാസ് പുന്നപ്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പാട്ട് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ചോദിച്ചു വാങ്ങി ഒരു പരിപാടിക്ക് പാടി അത് വിജയിപ്പിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലുതായിട്ട് കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ ജയദാസ് പുന്നപ്രയോട്. ആ പാട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പാടാം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹനരാഗം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹനരാഗം. മധുമുടി രാധൈ നാദികളുടെ തീന്ദ്രയുടെ തോന്നിലെടുത്തിട്ടോ, മധുമുടി രാധൈ നാദികളുടെ തീന്ദ്രയുടെ തോന്നിലെടുത്തിട്ടോ, മധുമുടി രാധൈ നിന്നെ തേടി അലയുകയാണിന് മാധവജനവും. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹനരാഗം. ഇത് അന്ന് കാലത്ത് ഇത് ടി-വിയിൽ വന്നിട്ടാണല്ലോ പോപ്പുലർ ആയത്. അതിനു മുമ്പ് സ്റ്റേജിൽ ഞാൻ ഓർക്കുന്നുണ്ട് ജയദാസും ഞാനും നിങ്ങളും കൂടെ കളിച്ചിട്ടുണ്ട്. ടി-വിയിൽ വന്നതിൽ ജയദാസൻ ഇല്ലായിരുന്നു തോന്നുന്നു. ഞാൻ തന്നെയായിരുന്നു കാസറ്റ് ചെയ്തതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ജയദാസും നിങ്ങളും കൂടെ ചെയ്ത പെർഫോമൻസ് സ്റ്റേജിൽ ഇങ്ങനെ ആൾക്കാർ ഈ ഹമ്മിങ് കേട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇരിപ്പ് എല്ലാരും കൂടെ നിലത്തിരുന്നിട്ട് പെട്ടെന്ന് ചാടി കയറി അടുത്തിട്ട് താളത്തിലോട്ട് എല്ലാരും കൂടെ സൈഡിൽ പോകും. ഗംഭീര പാട്ടായിട്ട് വരുന്നത്. നല്ല സ്കിറ്റ് വരുന്നത്. അതെ.